ശ്രീ ഹാഷിം അരിയിൽ, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച സാമൂഹ്യ നിരീക്ഷകൻ AP അഹമ്മദ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ പിണറായിയാണ് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതെങ്കിൽ പോലും ഇതിലപ്പുറം ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകാൻ സർക്കാരിന് കഴിയില്ല. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാകൂ. മറിച്ച് പറഞ്ഞാൽ ഹൈക്കോടതി അത് തോട്ടിലെറിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നതെല്ലാം കൃത്യമായ രാഷ്ട്രീയ നാടകങ്ങളാണ് എന്നാണ് വിലയിരുത്തൽ. പറയൂ. വഖഫ് ബില്ല് തന്നെ രാഷ്ട്രീയ നാടകമാണല്ലോ. ഇപ്പം ഇത് കേരളത്തിന് മാത്രം ബാധകമാകുന്ന വിഷയമല്ലല്ലോ. ഇപ്പം അഹമ്മദ് സാറിന്റെ അവസാനത്തെ വരിയെ ഞാൻ കേട്ടുള്ളൂ. അതിന് മുന്നിലുള്ള ചർച്ച എന്താ അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിലും ഇതൊരു രാഷ്ട്രീയ നാടകം എന്ന് പറയുകയാണെങ്കിൽ അഫിഡവിറ്റ് സംസ്ഥാന സർക്കാരിനോടാ ചോദിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന സർക്കാരിന് അതിന്റെ നിലപാട് പറയാം. ഇപ്പൊ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തന്നെ വാമൊഴി കൊടുത്തതൊന്നും വരമൊഴി കൊടുത്തത് മറ്റൊന്നുമാണ്. വാമൊഴി കൊടുത്തത് എന്താണ്? വാമൊഴി കൊടുത്തത് പരിശോധിക്കാൻ തന്നെ നിങ്ങൾ പറഞ്ഞ വരമൊഴി. വാമൊഴിയിൽ എന്താണ് പറഞ്ഞത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇരട്ടത്താപ്പ് ഇവിടെ സർക്കാർ പുലർത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം തന്നെ ഈ രാജ്യത്തെ എല്ലാ മുസ്ലിം ന്യൂനപക്ഷ സമൂഹങ്ങളും ഒന്നിച്ച് എതിർത്ത ഒരു ഭേദഗതി ബില്ലാണ് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. 2004 ബില്ലുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ ആ ബില്ല് വരുന്നതിന് മുന്നേ തന്നെ അതിന്റെ അപാകതകളെ കുറിച്ചുള്ള വ്യക്തമായ ചർച്ചകൾ ഇവിടെ നടന്നിരുന്നു. ഇന്ന് നേരത്തെ പറഞ്ഞ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ അതിന്റെ പേരിൽ കോഴിക്കോട് വലിയ മാർച്ചും ഇതൊക്കെ നടത്തിയതാണ്, സംഗമം നടത്തിയതാണ് കോഴിക്കോട് കടപ്പുറത്ത്. ആ കടപ്പുറത്ത് അവിടെ കടലുള്ളതുകൊണ്ട് അന്ന് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. ഇപ്പോ ഇതൊക്കെ നടപ്പിലാക്കേണ്ടവരുടെ നാട്ടിൽ കടലില്ലാത്തതാണ് പ്രശ്നമെന്നാണ് പലപ്പോഴും തോന്നുന്നത്. അന്ന് പറഞ്ഞതൊക്കെ പൂർണ്ണമായിട്ടും വിഴുങ്ങിയിട്ട് സഖാവ് പിണറായിയുടെ കാലത്തെ ഭരണമാണെങ്കിൽ ഇതൊക്കെ അതേപോലെ നടക്കുമെന്ന് പറയുന്നത് വങ്കത്തരമാണ്. പല കേന്ദ്ര പദ്ധതികളും അതുപോലെ തന്നെ നിയമങ്ങളും അവർ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ കേരള നിയമസഭയിൽ നമ്മൾ ഉയർത്തിയ ഒരു ശബ്ദമുണ്ട്, അത് കേരളത്തിൽ നടപ്പിലാക്കൂല എന്നുള്ളത്. അങ്ങനെ പ്രമേയം പാസ്സാക്കിയ അവസ്ഥകളുണ്ട്. ഒന്ന് പ്രതികരിക്കാൻ പോലും നിൽക്കാതെ ഷോൺ ജോർജിന്റെ ഹർജിക്ക് പുറത്ത് ഞങ്ങളും ആ വഴിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കാൽ അതിനോടൊപ്പം നിന്നുകൊണ്ട് ആ തോണിയെ മുന്നോട്ട് ഉന്താൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലം എന്താണ്? നിലവിലുള്ള വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ന് വഖഫ് നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനത്തിനൊപ്പം നിൽക്കില്ല. അങ്ങനെ നിൽക്കാതെ വന്നാൽ അവരുടെ ഇംഗിതം നടപ്പിലാക്കപ്പെടുകയില്ല. ഇവിടെ ഏറ്റവും വലിയ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നിലവിലുള്ള വഖഫ് ബോർഡ് അംഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് അവരുടെ വഖഫ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഇപ്പൊ ഈ വഖഫ് നിയമം പുതുതായിട്ട് ഈ ഭേദഗതി ചെയ്തത് പോലും പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നാ പറയുന്നത്? കർണാടകയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന വലിയ വഖഫ് കുംഭകോണ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് ഈ മുതലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നല്ല പറയുന്നത്. എന്നാൽ കേരളത്തിലും 20 ലക്ഷത്തിലധികം 20,000 ലക്ഷത്തോളം വഖഫ് സ്വത്തുക്കള് അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നിലകൊള്ളുന്ന, ഞാനിപ്പോ തളിപ്പറമ്പിനടുത്ത പ്രദേശത്താണ് ഉള്ളത്. അവിടെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടതിന്റെ വലിയ ഒരുപാട് ഉദാഹരണങ്ങൾ അവിടെയുണ്ട്. മുനമ്പം മറ്റൊരു വശത്ത് ചർച്ച നടക്കുകയാണ്. ഇതൊക്കെ അവിടെയുള്ള അതിപ്പോ വാങ്ങിവെക്കുന്നവരെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്, അത് ഉപയോഗിക്കുന്ന പാവങ്ങളെ കുറിച്ചല്ല. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് വേദന നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇതൊക്കെ വഴിവിട്ട് ഇവിടെ നിന്ന് ദുരുപയോഗം ചെയ്ത് കൊണ്ടുപോയ വലിയൊരു സമൂഹത്തിന്റെ വിധാതാക്കളാണ് ഇന്ന് വഖഫ് ബോർഡ് സംസ്ഥാന തലത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ആ ആളുകള് അതിന് സൗകര്യമുണ്ടാകുന്ന പുതിയൊരു ഭരണ സംവിധാനത്തെ, അത് മരുമകളെ കൊന്നിട്ട് മകനെ കൊന്നിട്ടെങ്കിലും മരുമകളുടെ കണ്ണീര് കാണാൻ, മകൻ മരിച്ചിട്ടില്ല, മകനെ കൊന്നിട്ടെങ്കിലും മരുമകളുടെ കണ്ണീര് കാണാനുള്ള ഒരു താല്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷോൺ ജോർജിന്റെ ഹർജി പോയ ഉടനെ തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. നമ്മള് ഈ വഖഫ് നിയമത്തിന്റെ പോരായ്മകളും അതിന്റെ അപര്യാപ്തതകളും ഒരുപാട് ചർച്ച ചെയ്തതാണ്. എങ്കിലും വീണ്ടും അത് ഓർമ്മിച്ചു വരിക, ഈ വഖഫ് നിയമം, ആ വഖഫ് സ്വത്തുക്കൾ ആരാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? എല്ലാ മതത്തിന്റെ ആളുകളും അവർക്ക് അധീനപ്പെട്ട അവകാശപ്പെട്ടതിന്റെ ഇടയിലേക്ക് മറ്റുള്ള ആളുകളെ കടത്തിക്കൊണ്ടുവന്നാൽ ഇത് സംരക്ഷിക്കപ്പെടുമെന്നാണോ പറയുന്നത്? അങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്നാണെങ്കിൽ ഇപ്പോഴും ഉയരുന്ന ആരോപണങ്ങളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഇപ്പം ക്ഷേത്രം സംരക്ഷിക്കേണ്ട ആളുകളാണ് വലിയ ക്ഷേത്രക്കൊള്ളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഗളന്മാർ കൊണ്ടുപോയി എന്ന് പറയുന്ന അവരുടെ 200 കൊല്ലത്തെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴും 10 കൊല്ലത്തിനിടയിൽ നടന്നിരിക്കുന്നതിന്റെ വലിയ കൊള്ളയൊന്നും നടന്നിട്ടില്ല.
അതിനേക്കാൾ വലിയ കൊള്ളയാണ്, അമ്പലക്കൊള്ളകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ അതിൽ നിന്ന് രണ്ടാളുകളെ ഹാഷിമരിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പുറം ശ്രീ ഈ ഹാഷിമരിയിൽ ഈ വഖഫ് വഖഫ് കൈകാര്യം സ്വത്തുക്കൾ ചെയ്യണമെന്ന് പറയുന്നത്. സംരക്ഷിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? അത് ഏത് സർക്കാരിന്റെ കാലത്തായിരുന്നു? ഇപ്പോഴും വഖഫ് സ്വത്തുക്കൾ പിന്നെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് പിന്നെ ഇവിടെ പിന്നെ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോഴും പറയുന്ന, എപ്പോഴും പറയുന്ന, ഏത് സർക്കാർ മാറി വന്നാലും വഖഫ് സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കുന്നതിന് ഏൽപ്പിക്കപ്പെടേണ്ടവരെയാണ് ഏൽപ്പിക്കേണ്ടത്. വഖഫ് എന്ന് പറയുന്നത് എന്താണ്? വഖഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ വഖഫ് ചെയ്യപ്പെടുന്നതാണ് വഖഫ്. അത് പിന്നെ ഒരു ദേവ ആരാധനാലയത്തിന്റെ വരുമാനത്തിനാകാം, ജനസേവനത്തിന്റെ ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാകാം, വിദ്യാഭ്യാസത്തിനാകാം, എന്തിനാണോ അത് പിന്നെ വഖഫ് ചെയ്യപ്പെട്ടത്, ആ വഖഫ് ചെയ്ത ആളുടെ നിയത്ത് ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അത് ചെലവഴിക്കപ്പെടണം. അതിൽ നിന്ന് മാറി ചെലവഴിക്കപ്പെടാൻ പാടില്ല. അതിന് ഭരണപരമായ സംരക്ഷണമാണ് നൽകേണ്ടത്. ആ സംരക്ഷണം നൽകുന്നതിന് പകരം മറ്റു തലത്തിലുള്ള വഴിക്ക് ഈ വഖഫ് മുഴുവനും അടിച്ചു മാറ്റാൻ, മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിട്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു മതസ്ഥരുടെ സംവിധാനങ്ങൾക്കിടയിലേക്കൊക്കെ മുസ്ലിങ്ങളെയും കയറ്റപ്പെടണമെന്ന് പറയാൻ പറ്റുമോ? തുല്യനീതി എന്നൊക്കെ പറയുന്നത് അത് പോണമെന്ന് ആരും മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളും അതുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളും അതുമായിട്ടുള്ള ചിഹ്നങ്ങളും സംരക്ഷിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിന് പകരം നിർബന്ധിതമായി ഇത്തരം ആളുകളെ പിന്നെ ഇത്തരം ആളുകളെ കയറ്റിവിടണം എന്ന് പറയുന്നു. ആകെ എടുക്കാൻ പറ്റുന്ന മിനിമം ഒരു 5, പിന്നെ 13, ഇതിനിടയിലുള്ള ആളുകളെയാണല്ലോ വെക്കപ്പെടുന്നത്. ഈ ആളുകളെ വെക്കപ്പെടുമ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകും. കാരണം MLA യും MP യും അതുപോലെയുള്ള ആളുകളൊക്കെ അതിനിടയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വഖഫ് ബോർഡിൽ ചിലപ്പോൾ ഈ ഇതിന്റെ അവകാശികൾ ന്യൂനപക്ഷമായി മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അത്തരം അവസ്ഥ വന്നാൽ വഖഫ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിലുണ്ടാകും. അങ്ങനെ വരുമ്പോ സംസ്ഥാനത്തിന് ഏത് പരിധിയിൽ നിന്നുകൊണ്ടാണോ ഈ നിയമത്തെ അതിജയിക്കാൻ സാധിക്കുന്നത്, ആ സാധിക്കുന്ന തലത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. പകരം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരല്ല ഇപ്പോൾ വഖഫ് ബോർഡിൽ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ അതിലേക്ക് തിരികെ കയറ്റാൻ, അത് വേറെ വഴിക്ക്, വളഞ്ഞ വഴിക്കാണെങ്കിലും അതിൽ കുറച്ച് നഷ്ടം പറ്റിയാലും തൽക്കാലം കുഴപ്പമില്ല എന്ന് പറയുന്ന സംശുദ്ധിനെ പോലെയുള്ള ആളുകളുടെ സംശുദ്ധിയാണ് നമ്മളിപ്പോൾ സംശയത്തോടുകൂടെ നോക്കുന്നത്. അത് ആണ് നമ്മൾ പറയുന്നത്. ഈ വഖഫ് നിയമത്തിനെതിരെയൊക്കെ അവരുണ്ടാക്കിയിരിക്കുന്ന കോലാഹലങ്ങൾ, കുഴപ്പങ്ങൾ, അന്നുണ്ടായിരിക്കുന്ന പ്രസംഗങ്ങളും അതുപോലെ അതുണ്ടാക്കിയിരിക്കുന്ന മലീമസമായ അന്തരീക്ഷമൊക്കെ കേരളീയ ജനതയൊന്നും മറന്നിട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നിടത്ത് ഒരക്ഷരം മിണ്ടാതെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, നിങ്ങളൊന്ന് കുനിയെന്ന് പറഞ്ഞപ്പോ ആ മുട്ടിലിഴഞ്ഞ് പോകുന്ന ദയനീയമായ ഒരു അവസ്ഥ അത് കേരളീയ ജനതക്ക് കാണുമ്പോ വല്ലാത്തൊരു വല്ലാത്തൊരു വേദന ഈ അവസ്ഥയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഷോൺ ജോർജും ഇപ്പൊ നിയമപരമായിട്ടാണ് അദ്ദേഹം പോയിട്ട്, അതിന് അവകാശം അദ്ദേഹത്തിനുണ്ട്. ആ നിയമപരമായിട്ട് പോകേണ്ടത് പോട്ടെ. മറ്റൊന്നുകൂടി, കേരളത്തിലെ പോലെയുള്ളിടത്ത് ഷിയ സമൂഹത്തിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്, കേരളത്തിൽ എത്ര % ആണുള്ളത്? അവർക്ക് കേരളത്തിൽ വഖഫ് സ്വത്ത് പോലും ഇല്ല. അവരുടേതായിട്ട് ആളുകൾ വഖഫ് ചെയ്ത സ്വത്ത് പോലും കേരളത്തിലില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരു പ്രതിനിധിയെ അവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തിരികെ കയറ്റാനുള്ള ശ്രമം, അങ്ങനെ നോക്കിയാൽ ചിലപ്പം ഷിയ ആളുകളെ തന്നെ കിട്ടാതെ വരും. അങ്ങനെയൊക്കെയുള്ള ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ ബോർഡിന്റെ കാര്യക്ഷമത നശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഇതിന്റെ പിറകിലുണ്ടാകും. അത് പരിഹരിക്കപ്പെടാനുള്ള ശ്രമത്തിന് കേരള വഖഫ് ബോർഡ് എന്ന പേരിൽ ഒരു വഖഫ് ബോർഡ് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിന്റെ അഭിമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്.